അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പറന്ന് വന്നൊരു പ്ലെയിനാണ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ട്രാൻസിറ്റ് ചെക്കിൽ കണ്ടെത്തേണ്ടതാണ്. അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഇൻവെസ്റ്റിഗേഷനിൽ വരേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരു പക്ഷേ ഇപ്പൊ ഇരുന്നത് സ്പെക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. മാത്രമല്ല ഈ ഒരു എയർക്രാഫ്റ്റിന്റെ മോഡൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ഒരു 14 വർഷത്തെ സേഫ്റ്റി റെക്കോർഡ് ഉള്ള ഒരു മോഡലാണ് ഈ 787 എന്ന് പറയുന്നത്. അപ്പം ഇത് ആദ്യത്തെ ഒരു ഹൾ ലോസ് ഇൻസിഡന്റ് ആണ്. ഇത്രയും ഒരു ഫേറ്റൽ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ഇത് ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സിസ്റ്റം ഫെയിലിയേഴ്സ്, ഈ ഹൈഡ്രോളിക് ഫെയിലിയേഴ്സ്, ഇതൊന്നും അങ്ങനെ ഒരു കോമൺലി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു എന്താ പറയുക ഇതിന്റെ പ്രസിഡൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇല്ലാത്തൊരു പ്ലെയിനും കൂടിയാണത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്താ പറയുക ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടെങ്കിൽ പോലും അതിനെ കൺഫേം ചെയ്യാൻ പറ്റുന്നത്ര ഒരു എന്താ പറയുക ഒരു പ്രിലിമിനറി എവിഡൻസസോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അസംഷൻ നടത്താൻ പറ്റുന്ന കാര്യങ്ങളോ ഇപ്പോൾ ഇല്ല. കാരണം അത് ബേസിക്കലി ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനിലൂടെ തന്നെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു മോഡലിന്റെ നമ്മൾ എന്താ പറയുക അതിന്റെ മേക്ക് ആൻഡ് ഡിസൈൻ അത് നോക്കുകയാണെങ്കിൽ അതൊരു 50% കമ്പോസിറ്റ് ആണ്. അതായത് അലൂമിനിയം സ്ട്രക്ചേഴ്സ് ആയി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഫെറ്റീഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫെയിലിയേഴ്സ് വളരെ കുറവാണ്. മാത്രമല്ല ഇതിന്റെ എഞ്ചിന്റെ കപ്പാസിറ്റി വളരെ ഹൈ ആണ്. ഈ ഓഷ്യൻസിന്റെ മുകളിലൂടെയൊക്കെ 330 മിനിറ്റ് അവേ ഫ്രം ലാൻഡ് അതിന് പറക്കാനൊക്കെ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു എയർക്രാഫ്റ്റ് ആണ്. പക്ഷെ ഇതിലൊരു ഞാൻ ഈ അടുത്ത് അതായത് വീണ്ടും ഒരു വാർത്ത അതിൽ ഞാൻ കണ്ടിരുന്നു. അതിൽ പറയുന്നുണ്ട് ഒരു ഡൽഹി അഹമ്മദാബാദിലേക്ക് വന്ന ഒരു ഓൺടർപ്രന്യൂർ ആകാശ് വത്സ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇതിൽ എയർ കണ്ടീഷനിങ് വർക്ക് ചെയ്യുന്നില്ല, ഇൻഫ്ലൈറ്റ് എന്റർടൈൻമെന്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, പ്ലെയിന്റെ കണ്ടീഷൻസ് വളരെ മോശമാണെന്നൊരു കാര്യം പറഞ്ഞതായി കണ്ടു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഫെയിലിയേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏവിയോണിക്സ് ഫെയിലറോ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷനിലൂടെ തന്നെ പുറത്തു വരേണ്ടതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോന്റെ DGCയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് NTSB US കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, ബോയിങ്ങിന്റെ സ്പെഷ്യലിസ്റ്റും അതിൽ വരുന്നതായിരിക്കും. അപ്പൊ ഈ ഡാറ്റ FDR CVR ഡാറ്റ അനലൈസ് ചെയ്യപ്പെടുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ഒരു 48 മണിക്കൂറിലൊരു ഫാക്ച്വൽ നോട്ട് നമുക്കൊരു ജൂൺ 15 മുന്നേ പ്രതീക്ഷിക്കാം. അത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അതിന്റെ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും വരാൻ ഒരു 30 ദിവസം എടുക്കും. ബട്ട് ഈ ഒരു ഫാക്ച്വൽ നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു സ്പെക്കുലേറ്റ് ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പൊ ഇതിൽ ഇനി നടക്കാൻ പോകുന്ന എന്താ പറയാ ഈ മറ്റേ അതിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ്റനൻസ് സ്റ്റാഫ് അവരുടെ ഇന്റർവ്യൂസ്, ATC, പിന്നെ ഇതിന്റെ ലോഗ്സ് പരിശോധന, ലോഡ് ഷീറ്റ് പരിശോധന. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഒരു കൺക്ലൂഷനിലേക്ക് ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് പോലും എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റിൽ ഇരുന്നുകൊണ്ട് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇനി ഇതിന്റെ ആക്സിഡൻസുമായി ബന്ധപ്പെട്ടുള്ള ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഇൻസിഡൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത്ര സിവിയർ ആയിട്ടുള്ള ഒന്നും നടന്നിട്ടില്ല. ജനുവരി 2013 ജപ്പാൻ എയർലൈൻസിന് ഒരു ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ എന്താ പറയുക ബാറ്ററി ഓവർ ഹീറ്റ് ആയിട്ട് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഫ്ലൈയിങ് പറന്നുകൊണ്ടിരിക്കുന്ന സമയത്തല്ല. അപ്പൊ അങ്ങനത്തെ അല്ലറ ചില്ലറ ഇഷ്യൂസ് ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിപ്പോൺ എയർവേസിന്റെ ഒരു റിപ്പോർട്ടുണ്ട് ഇങ്ങനത്തെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട്. ഇത്യോപ്യൻ എയർലൈൻസിന്റെ ഒരു റിയർ ഫ്യൂസ്ലേജിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടാക്കിയെങ്കിലും നോട്ട് ബിയോണ്ട് റിപ്പയർ, അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ചെറിയ ഇൻട്രപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻസിഡൻസ് മാത്രമേ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ ഇതിനെ സംബന്ധിച്ച്. ഖത്തർ എയർവേസിലും ഞാൻ മനസ്സിലാക്കുന്നു ഒരു 2023 ഇതുമായി ബന്ധപ്പെട്ടൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നോസ് ഡൗൺ ഇഷ്യൂ വന്നിട്ടായിരുന്നു. അപ്പൊ അതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ടെങ്കിൽ പോലും ഇത് ആദ്യമായിട്ടാണ് ഒരു ഫേറ്റൽ ആയിട്ടുള്ള ഒരു ഹൾ ലോസ് സംഭവിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു ഡീപ്പർ ഇൻവെസ്റ്റിഗേഷനിലൂടെ മാത്രം നമുക്ക് അൺകവർ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു ഒരു പോയിന്റിൽ എന്തെങ്കിലും ഫെയിലിയർ അതും ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ഇഷ്യൂ ആണ്. അപ്പം ഗോയിങ് ഫോർവേഡ് റെഗുലേറ്ററി അതോറിറ്റീസ്, മാനുഫാക്ചറേഴ്സ്, ഇവരെല്ലാം ഈ ഏവിയേഷൻ പൈലറ്റ്സ് അതിന് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റുള്ള ട്രെയിനിങ്സ് അല്ലെങ്കിൽ കൊളാബറേഷൻ, അൾട്ടിമേറ്റ് സേഫ്റ്റി ഈസ് വാട്ട് മാറ്റേഴ്സ്.